ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഓണം ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞപ്പോഴാണ് വലിയ മകൾ പറയണം, അമ്മ പായസം കുടിക്കാൻ കൊതിയാവണുണ്ട്, അവൾക്ക് അടപ്രഥമൻ്റെ പായസം വേണമെന്ന്. അപ്പോൾ ഇന്നിതാ അടപ്രഥമൻ്റെ പായസം ഉണ്ടാക്കുകയാണ്. പിന്നെ നമ്മളിവിടെ ഓരോ ഓണാഘോഷങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, നമ്മൾ വാടക വീടുമാണ്, ആരും ഇല്ലേ എന്താനും ഇവിടെ. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ എവിടെയാണ് ഓണം ആഘോഷിച്ചിട്ടുള്ളതെന്നൊക്കെ. അപ്പോൾ ഏതായാലും മകൾ പറഞ്ഞ പ്രകാരം ഞങ്ങളിത് ഒരു അടപ്രഥമനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാൻ കേട്ടോ. അപ്പോൾ ഞാൻ അതാ അട വേവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം വെച്ചതാണ്, ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഞാനിവിടെ ഇതാണ് അരിയുടെ അടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് സൂരജ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ അരിയടയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ശർക്കര വെച്ചിട്ടും അങ്ങനെ ഉണ്ടാക്കാം, അതല്ലാതെ നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് നമ്മൾ സദ്യയിലൊക്കെ കഴിക്കുന്ന അടയുണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കാണിക്കണത് നമ്മൾ പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ തന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ട് അടുത്ത ദിവസം നമുക്ക് ശർക്കര ഇട്ടിട്ട് അത് വേറെ ഐറ്റം കേട്ടോ, അങ്ങനെ ഉണ്ടാക്കണത് അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുറച്ച് വലിയ അടയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ അടയൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ വെയിറ്റ് 200 ഗ്രാമാണ്. അപ്പോൾ ഞാനൊരു 100 ഗ്രാം വെച്ചിട്ടൊന്ന് ഉണ്ടാക്കണം കേട്ടോ, ഇതിൻ്റെ പകുതി. ഓക്കെ, ഏകദേശം ഇതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്, പകുതി ഇത് വെച്ചു കേട്ടോ. കണ്ടോ, ഇത്രയും വെച്ചിട്ടുണ്ട്. ഗൈസ് ഇത് കണ്ടോ, എന്ത് കേക്കാത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതല്ല ഞാൻ ചോദിച്ചത്. ഇതിങ്ങനെ അങ്ങനെ ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്ത് കേക്ക് ഉണ്ടോ, ഇങ്ങനെ കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിച്ചൂട്ടി അതൊന്ന് എണ്ണി നോക്കും, എന്നിട്ട് ഓരോരുത്തർക്ക് ഇത്രയെന്നുള്ളത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കും കേട്ടോ. അപ്പം എൻ്റെ പങ്ക് കൊണ്ടുവന്നാണ്, എൻ്റെതാണ് ഇതൊക്കെ. ഉള്ളതവിടെ എണ്ണിയോണ്ടിരിക്കുന്നുണ്ട് അടുത്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അട ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അതൊക്കെ കഴുകി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഒരു 1 മണിക്കൂർ തന്നെ അടച്ച് വയ്ക്കാം കേട്ടോ. ഞാനിന്നേ പിന്നെ ഓണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് തത്ത വരണം പായസം കുടിക്കാൻ കൊതിയാവുന്നുണ്ട്. അപ്പോൾ രാവിലെ എന്നോട് പറഞ്ഞു, നല്ല വെയിലൊക്കെ അല്ലായിരുന്നോ, അപ്പം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ പറഞ്ഞു അമ്മ പായസം. അപ്പോൾ അവളാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ അവൾക്കിങ്ങനെ ഞങ്ങൾക്ക് പറ്റണമെന്ന് അവൾക്ക് പറ്റൂല, അങ്ങനത്തെ പ്രത്യേക ടൈപ്പാണ്. അതാണ് ഇടയ്ക്ക് അങ്ങോട്ട് പോണത്, അമ്മമ്മേൻ്റെ അടുത്ത് പോയി നിൽക്കണത്. അവിടെ ആകുമ്പോൾ അവളെ ഇഷ്ടത്തിന് അമ്മ നിന്ന് കൊടുക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ രണ്ടാളെയും കൂടെ നോക്കുമ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം അങ്ങനെ നോക്കി ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇപ്പോൾ മക്കൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അപ്പം ഞാൻ അവരോട് എനിക്ക് വയ്യ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ അല്ല അങ്ങനെയൊക്കെ പറഞ്ഞാലും പിന്നെ ഭയങ്കര സങ്കടം. അപ്പോൾ അതെങ്ങനെയും സാധിച്ചു, അതായത് തിന്നുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ കേട്ടോ, ഫുഡ് കഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാനും വിചാരിച്ചു, അപ്പോൾ ഭയങ്കര വെയിൽ, പാലില്ലല്ലോ, പാലൊക്കെ പോയി വാങ്ങിക്കണ്ടേ. അപ്പോൾ ഞാൻ അവളോടൊന്നും പറഞ്ഞൊന്നുമില്ല, ഞാൻ പറഞ്ഞു പിന്നെ പായസം തേങ്ങനൊക്കെ പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടം. അതിന് ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോൾ കൊടുമരം പോയി. അപ്പം എൻ്റെ കൂടെ അവളും വന്നു കേട്ടോ, പാല് വടയൊക്കെ വാങ്ങിയിരുന്നു. അത് എൻ്റെ അമ്മ അങ്ങനെ തന്നെയാണ്, ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും എന്താ പറയുക, കൊക്കിന് ജീവനുണ്ടെങ്കിൽ സാധിച്ചു തരുന്നൊക്കെ പറയണം, അതേപോലെ ഒരാളാണ്. എന്ത് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു ഡ്രസ്സാവട്ടെ ഭക്ഷണത്തിൻ്റെ ആവട്ടെ, കാരണം ഞാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും സാധിച്ചു തരും. പക്ഷെ ഒറ്റ കാര്യം മാത്രമാണ് അമ്മ സാധിച്ചു തരാതിരുന്നിട്ടുള്ളത്. ലൈഫിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു ഇതിലേക്ക് പോയ സമയത്ത് ഞാൻ പറഞ്ഞത് മാത്രം കേട്ടില്ല. അതിൻ്റെ ഫലമാണ് പിന്നെ ഇങ്ങനെ, അതവിടെ നിൽക്കട്ടെ, അതൊന്നും ഇപ്പോൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ എന്നെ അങ്ങനെ വളർത്തിയിട്ടുള്ള എന്ത് കാര്യം പറഞ്ഞാലും സാധിച്ചു തന്നിട്ടുണ്ട്, ഒരു കാര്യം ഒഴിച്ച് ബാക്കിയല്ല. അപ്പോൾ ഇവരും അതുപോലെയുള്ള എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ കൊണ്ട് കഴിയണതാണ് മാക്സിമം ഞാൻ സാധിച്ചു കൊടുക്കലുണ്ട്.
എല്ലാ പാരൻസും അങ്ങനെ തന്നെ ആവില്ലേ, മക്കൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ വേണം കൊതിയാവണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും സാധിച്ചു കൊടുക്കും തോന്നുന്നു. അപ്പോൾ പായസം ഉണ്ടാക്കാൻ ഞാൻ അവിടെ തിളപ്പിച്ച് വെച്ചു. അപ്പോഴാണ് ചോറ് കുറച്ച് കുറവുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് പായസം കുടിച്ചാൽ ചോറൊന്നും വേണ്ടിവരില്ല, പക്ഷേ നമ്മുടെ ലൂക്കാച്ചന് ചോറ് വേണമല്ലോ, എന്തായാലും ഉണ്ടാക്കണം നിർബന്ധം. അപ്പോൾ റേഷൻ അരിയല്ല പെട്ടെന്നുണ്ട്, പക്ഷേ എൻ്റെ ഗ്യാസ് തീരാനായിട്ട് നമുക്ക് ഒരൊറ്റ കുറ്റിയുള്ളൂ, സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേറൊരു കുറ്റിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴാത് പെട്ടെന്ന് തീരാന്നറിയില്ല. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താവും ചിലപ്പോൾ തീരാ. ആ ഒരു പേടി നല്ലോണം ഉണ്ട്, പകുതി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീരല്ലേ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എല്ലാം ഗ്യാസിലല്ല ഉണ്ടാക്കണേ. അപ്പോൾ ഇനി ഞാനത് ഒരു അരമണിക്കൂറോളം, 1 മണിക്കൂർ 1 അവറൊക്കെ ഈ അട തിളപ്പിച്ചിട്ട് ആ ചൂടുവെള്ളത്തിൽ തന്നെ വെക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് പച്ചവെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കാം. അപ്പോൾ ഇനി ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. മക്കൾ പുറത്ത് ലൂക്കേനെ ഓടിക്കണുണ്ട് അങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി അടയുടെ കാര്യങ്ങൾ നോക്കാം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ അട ഇങ്ങനെ കണ്ടോ വെള്ളത്തിൽ ആക്കി വെച്ചിട്ട് ഇനി ഊറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ, ഇനി ഒന്ന് ഊറ്റി വയ്ക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഉരുളിയിലാണ് ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ, വേറെ പാത്രങ്ങൾ ഇല്ല. അപ്പം ഞാൻ ഇതിലുണ്ടാക്കാം. ഇതിലേക്കുള്ളതൊന്നും ഇല്ല കേട്ടോ, പക്ഷേ വേറൊരു പാത്രം ഇല്ല, ഒരു വലിയൊരു പാത്രം എന്ന് പറയാനില്ല. അപ്പോൾ ഇതിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആ ഒരു പാലടയ്ക്ക് നമുക്ക് ഒരു യെല്ലോ കളർ, ഒരു ക്രീമി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്കിത് കുക്കറിലും ചെയ്യാം. ഇങ്ങനെ പാലും പഞ്ചസാരയും ക്യാരമലൈസ് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിച്ചാൽ നല്ല ഗോൾഡൻ കളറായിട്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പം നമുക്ക് ആ മറ്റേ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, എന്താ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, ആ കളറ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ ഒന്ന് ക്യാരമലായിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം, ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ പച്ചവെള്ളമാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്തൊന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ അടുത്തുനിന്ന് മുഖത്തേക്ക് ഇങ്ങനെ തെറിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ ആ ഒരു നല്ലപോലെ പ്രഷറിന് പോയതിനു ശേഷം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് പച്ചപ്പാലാണ്, നമ്മൾ ആ പാക്കറ്റ് പാല് കവറോടാണ് പൊട്ടിച്ചാണ്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ആ പാലിൻ്റെ കളറ് കണ്ടോ, ഒരു ഗോൾഡൻ ക്രീം കളറായി വന്നല്ലോ. ഇനി നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത്, പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ നേരത്തെ നമ്മൾ ചൂടുവെള്ളത്തിൽ 1 മണിക്കൂർ വെച്ച് പിന്നെ നമ്മൾ ഒരു പച്ചവെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ടുള്ള ആ ഒരു അട ഇതിലേക്കൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ്, അതായത് പഞ്ചസാര ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കൽ. കുക്കറിലും മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ചട മാറ്റി വെച്ച് ഞാൻ പറഞ്ഞല്ലോ, അതിന് ഒരു ദിവസം ശർക്കര ഇട്ടിട്ട് ചെയ്യണം. ഈ ഒരു വലിയ അട ഇവർ അച്ചമ്മ ശർക്കര ഇട്ടുണ്ടാക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ അവിടെ നിന്നാണ് കഴിച്ചിട്ടുള്ളത്. അങ്ങനെ ശർക്കര ഇട്ടിട്ട് അതിങ്ങനെ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് കഴിക്കാനേ നമുക്ക് പറ്റുള്ളൂ. പ്രഥമനാണല്ലോ ശരിക്കും, അപ്പോൾ നമുക്കിങ്ങനെ കുടിക്കാനായിട്ട് കിട്ടില്ല. അതിങ്ങനെ കോരി ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കണം. നല്ല വലിയ അട അത്. പക്ഷേ ഇത്ര തന്നെ തിക്കല്ല, ഒരു നൈസായിട്ടുള്ള അടയാണ്, തിന്നായിട്ടുള്ള അടയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അത് തിരുവനന്തപുരത്തൊക്കെ വലിയ അട എന്ന് പറയുമ്പോൾ ഭയങ്കര തിന്നായിരിക്കും അത്. ഇത് കുറച്ച് കട്ടിയോട് കൂടിയുള്ളതാണ്. അപ്പോൾ പാല് തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടു. ഇത് വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാം കേട്ടോ, ഒന്നും കൂടി ചെറുതാക്കി എടുക്കുക ചെയ്യാം. പക്ഷേ ഞാനിങ്ങനെ വലുതായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ അട നോക്കി വാങ്ങിയത്. കുഞ്ഞി അടയുണ്ട്, അതും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പാല് തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ അട ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഓൾറെഡി അട വെന്ത് ഇളക്കി തന്നെയാണല്ലോ. അപ്പോൾ ഇനി ഒന്നൊരു എന്താ പറയുക, ഒരു കുറുകി ഇങ്ങോട്ട് വരുന്നത് വരെ കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എനിക്കിങ്ങനെ ഈ പായസം ഉണ്ടാക്കാൻ നിന്നപ്പോഴേ പേടി എന്താണെന്നറിയോ, ഈ അടപ്രഥമന് കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമല്ലോ. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ ഞാൻ ഈ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ചെയ്ത പോലെയാണെങ്കിൽ വല്ലാതെ, അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലൊരു ക്രീമി കളറായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫോണിൻ്റെ ലൈറ്റ് ഇങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും നമ്മളിത് കാണുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വെള്ള കളറായിട്ടായിരിക്കുക. ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ശരിക്കും ഒറിജിനൽ കളറിന് വരും കണ്ടോ, ആ ക്രീം കളറിന് വരും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം. ശരിക്കും അടപ്രഥമനിൽ നമ്മൾ നെയ്യിൽ, അതായത് വണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വറവിട്ട് അങ്ങനെ ഇടൊന്നുമില്ല. പക്ഷെ ഞാനിനിയിപ്പോൾ ഇന്നതിലേക്ക് കുറച്ച് കടല വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ അച്ചമ്മ കടപ്രഥമൻ ശർക്കര വെച്ച് ചെയ്യണ സമയത്ത് നമ്മുടെ കടല ഉണ്ടല്ലോ, വറുത്ത കടല, ആ കടല ഇങ്ങനെ നെയ്യിൽ മൂപ്പിച്ചിട്ട് അവരിടലുണ്ട്. നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ കഴിക്കണ സമയത്ത് കുറേശ്ശെ ഇങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇടുന്നേക്കാളും ഒരു ടേസ്റ്റ് ഇങ്ങനെ തോന്നലുണ്ട്. നിലക്കടല വറുത്ത് വെച്ച് നിലക്കടല ഉണ്ടല്ലോ,
അപ്പോൾ ഞാനതൊരു 100 ഗ്രാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുറച്ച് മാത്രമേ അതിലേക്ക് ഇട്ടിട്ടുള്ളൂ. ഒന്ന് നെയ്യിൽ ചൂടാക്കുക. പിന്നെ ഇവിടെ കുറച്ച് മുന്തിരി ഇരിക്കുന്നുണ്ടായിരുന്നു, അതും കൂടെ കുറച്ച് ഇടുന്നുണ്ട്. അങ്ങനെ ആർക്കും മുന്തിരിയൊക്കെ വലിയ ഇഷ്ടമൊന്നുമില്ല, വെറുതെ ഒരു കാണാനൊരു ഇതിന് വേണ്ടി ഇടണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് അല്ലതൊന്നും ഇട്ടില്ലെങ്കിലും അടപ്രഥമൻ അതാ അത്രയും ആയി. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ പായസം ഓക്കെ ആയി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ വറുത്തൊഴിക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ പിന്നെ അത് ജസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് പായസം ഉണ്ടാക്കണത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ സാധനങ്ങൾ വേണമെന്നേ ഉള്ളൂ കേട്ടോ. എന്തും കയ്യിലിങ്ങനെ ക്യാഷും വേണം, സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മളതൊക്കെ മൂപ്പിച്ചതാണ്ട് ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ചും കൂടെ നെയ്യ് അതിൻ്റെ മുകളിലേക്കാണ് ചേർക്കേണ്ടത് കേട്ടോ. ഈ അടപ്രഥമനിൽ എപ്പോഴും നെയ്യാണെന്നതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നെയ്യ്. അല്ലാണ്ട് വേറെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതൊന്നും വേണമെന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ, അടച്ച് വെക്കട്ടെ. ഇനിയിപ്പോൾ മക്കളെന്താ ചെയ്യാൻ പോകുന്നറിയോ, ഇവർ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കും, എന്നിട്ടാണ് കട്ടയായിട്ട് അങ്ങനെ എടുത്തിട്ടാണ് വയ്ക്കുക. എനിക്ക് കുറച്ച് ഇതിൻ്റെ ആ ഒരു ഇത് വേണം, വെള്ളം പോലുള്ളത് ഇങ്ങനെ വേണം. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും നിർത്തി. പിന്നെ അട നല്ല അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. ഈ വലിയ അടേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ, വലിയ അട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ മക്കളൊരു വാഴേൻ്റെലൊക്കെ വെറുതെ വെട്ടിക്കൊണ്ടെന്നാണ് കേട്ടോ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചതാണ് ഞാൻ. വെറുതെ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാമെന്നൊക്കെ പറയില്ല, അതുപോലെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പൂവമ്പഴം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കണേ, പൂവമ്പഴമല്ല റോബസ്റ്റ്, അതും കൂടെ വെറുതെ വെച്ചു. ഞാൻ ആദ്യമായിട്ടാണ് പഴം ഉപയോഗിച്ച് അതുവരെ ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പഴം പപ്പടം എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മക്കളും വേഗം പാത്രമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അവരും അതിലേക്ക് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞി വീഡിയോ ഇത്ര തന്നെയുള്ളൂ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. അപ്പോൾ ഇനി ഞങ്ങൾ പായസം കുടിക്കട്ടെ കേട്ടോ. ഓക്കേ.